തൊട്ടതെല്ലാം പൊന്നാക്കിയ സംവിധായകനാണ് സിദ്ദിഖ്. അതിപ്പോൾ അദ്ദേഹം ലാലിൻ്റെ കൂടെ ഒരുമിച്ച് സിനിമ ചെയ്തപ്പോഴും പിന്നീട് അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആയപ്പോഴും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു സിനിമയാണ് ആദ്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഒരു സിനിമ അദ്ദേഹം പ്ലാൻ ചെയ്തത്. അപ്പോൾ അന്ന് മമ്മൂട്ടി വെച്ചൊരു സിനിമ, ഇത് മമ്മൂട്ടിക്ക് പറ്റിയ ഒരു കഥ എന്നുള്ള രീതിയിലുള്ള ഒരു ആലോചനയ്ക്കായിരുന്നു അദ്ദേഹം അതിൻ്റെ ഒരു തുടക്കമൊക്കെ. അപ്പോൾ ആദ്യം അൽവിൻ ആൻ്റണി ആയിരുന്നു ആ ഒരു സിനിമ അന്ന് നിർമ്മിക്കാമെന്നേറ്റത്. അങ്ങനെ അത് ദുബായിലും ഒക്കെ പോയിട്ട് ചെറിയ ഡിസ്കഷനും കഥയാലോചനയും ഒക്കെ സിദ്ദിഖിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. എനിക്ക് തോന്നുന്നു ആ സമയത്ത് തന്നെയാണ് സിദ്ദിഖ് തന്നെ ഒരിക്കൽ സിദ്ദിഖിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, 2001 നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ അറ്റാക്ക് ചെയ്ത സമയത്ത് അന്ന് അദ്ദേഹം അത് അവിടെ ഉണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നത് ദുബായിലോ ഖത്തറിലോ ആയിരുന്നു അദ്ദേഹം വന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് ടി വിയിൽ ഇത് കാണുന്നു. അപ്പോൾ അന്ന് ഇവരൊക്കെ പല ഷോസിനൊക്കെ പോയപ്പോൾ അവിടെയൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാത്തൊരു വിഷമമായിരുന്നു. കുറേ പേര് അവിടെ നിന്ന് ചാടുന്നതും അല്ലെങ്കിൽ ആൾക്കാർ മരിക്കുന്നതൊക്കെ വീഡിയോയിൽ കണ്ടിട്ട്, ആ ന്യൂസ് ചാനൽ കണ്ടിട്ട് അദ്ദേഹം ഭയങ്കര വിഷമമായി. അവിടെ നിന്ന് പിന്നെ കഥയൊന്നും ഉണ്ടായില്ല. പിന്നീട് അദ്ദേഹം നാട്ടിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് അദ്ദേഹത്തിന് ഈ ക്രോണിക് ബാച്ചിലർ എന്ന് പറഞ്ഞ ഒരു കഥയിലേക്ക് എത്തുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു നിർമ്മാണത്തിൻ്റെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ സിനിമ ഓണാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. കാരണം ആദ്യം വന്നിരുന്ന ഈ പറഞ്ഞ പോലെ അൽവിൻ ആൻ്റണി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ, അദ്ദേഹം അത് ഏറ്റെടുത്തു. പക്ഷേ അദ്ദേഹം അത് പിന്മാറി. പിന്നീട് സ്വർഗ്ഗജിത്ത് അപ്പച്ചൻ ഇവരുടെയൊക്കെ തന്നെ സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും നിർമ്മിക്കുകയൊക്കെ ചെയ്തിട്ടാണ്. സിദ്ദിഖ് ലാലിൻ്റെ ആദ്യ കാലഘട്ടം മുതലേ അറിയുന്നതാണ്. ഫാസിലിൻ്റെ സിനിമകൾ നിർമ്മിച്ച് വന്ന ഒരു വ്യക്തിയാണ് സ്വർഗ്ഗജിത്ത് അപ്പച്ചൻ. അപ്പോൾ സ്വർഗ്ഗജിത്ത് അപ്പച്ചൻ ഏറ്റെടുത്തു. പക്ഷേ അദ്ദേഹം അന്ന് പറഞ്ഞത്, അപ്പോൾ ഇന്ന് പാലഫി അഷ്റഫും പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം. അദ്ദേഹം അന്ന് പറഞ്ഞത് മമ്മൂട്ടി വേണ്ട, ജയറാം മതി. അന്ന് ജയറാമാണെങ്കിൽ കുറച്ചും കൂടി മാർക്കറ്റ് ഉണ്ടെന്നാണ്. അപ്പോൾ ശരിക്ക് ആ സമയത്തിറങ്ങിയ മമ്മൂട്ടിയുടെ സിനിമകളെക്കുറിച്ചൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഇത് ഏകദേശം 2002 ഈ ഒരു സംഭവം, അത് 2001-2002 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ ആ 2002 എന്ന് പറയുന്ന വർഷം ശരിക്കും മമ്മൂട്ടിയുടെ ഒരൊറ്റ സിനിമ മാത്രമേ ഒന്ന് റിലീസായിട്ടുള്ളൂ. ഫാൻഡം എന്ന് പറയുന്ന സിനിമയാണ്. അത് 2002 വിഷുവിനാണ് ആ സിനിമ റിലീസായത്. അത് കഴിഞ്ഞിട്ട് 2002 ഓണത്തിന് ഇറങ്ങിയ ഫാസിലിൻ്റെ കയ്യെത്തും ദൂരത്തും എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി ഒരു ഗസ്റ്റ് റോൾ ചെയ്തു. പക്ഷേ ഈ 2 സിനിമയും അങ്ങനെ വൻ വിജയമൊന്നുമല്ല. നമ്മളിപ്പോൾ ഇന്ന് ഫാൻഡം കാണുമ്പോൾ നമുക്ക് നല്ല രസമാണ്. റിപ്പീറ്റായിട്ട് പലപ്പോഴും ടി വിയിലും യൂട്യൂബിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാറുണ്ട്. അതിൻ്റെ സീൻസ് കാണാറുണ്ട്, അതിൻ്റെ സോങ്സ് ഹിറ്റാണ്, എല്ലാമാണ്. പക്ഷേ അന്ന് ആ സിനിമ അങ്ങനെ വൻ വിജയമല്ല. 2001 എന്ന് പറയുന്നൊരു വർഷമാണെങ്കിലും എനിക്ക് തോന്നുന്നു രാക്ഷസ രാജാവ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. പിന്നെ അങ്ങനെ ഭയങ്കര ഒരു സൂപ്പർ ഹിറ്റ്. അത് 2000 ഒരു വലിയേട്ടനായിരുന്നു. 2000 ഓണത്തിലിറങ്ങി മമ്മൂട്ടിയുടെ ഒരു ഏറ്റവും വലിയൊരു ഹിറ്റ്. അതിന് ദാദാ സാഹിബ് 2000 ക്രിസ്മസിന് റിലീസായി. ദാദാ സാഹിബും അത്യാവശ്യം ഹിറ്റൊക്കെ ആയിരുന്നു.